പഴശ്ശി തമ്പുരാൻ, കീഴടങ്ങുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങളുടെ കോട്ടക്കുളത്തില് ഇപ്പോഴീ ഡയലോഗ് ഈ കോട്ടം കരുത്ത് മാറ്റാം. നമുക്ക് കോട്ടകൊത്തളങ്ങൾ ഭീരങ്കി വെച്ച് തകർക്കും. എടാ മൈമുണ്ണി, എന്നാടാ നമ്മുടെ നാടകത്തിന്റെ പേര് പഴശ്ശി തമ്പുരാൻ അല്ലേടാ? അതെ. ഇതിനകത്തൊരു നാറാടത്ത് പണത്തിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമുണ്ട്. നീ ചെയ്യണ ജോലി ചെയ്യണ. എടാ പഴശ്ശിനെ, നീ എവിടെ വാള് വെച്ചേ? ഞാൻ വാഷ് ബേസില്ല വാള് വെച്ചത്. നീ വെള്ളം അടിച്ച് വാള് വെച്ച കാര്യമല്ല, എന്റെ വാളം തിന്നു. അതാണോ? അത് ഇനിയിപ്പോ ഞാൻ തന്നെ നോക്കണം. ഇതായിരിക്കുന്നു. അവിടെ മണിയണ്ട, ഇനി പരിപാടി ബുക്ക് ചെയ്യുമ്പോ കമ്മിറ്റിക്കാരോട് പറഞ്ഞ 2 കൈയും കൂടെ ബുക്ക് ചെയ്യും. അതെന്തിനാ? എനിക്ക് ചൊറിയാനാടേ. എടാ അതിന് നല്ല സോപ്പിട്ട് 2 നേരം കുളിച്ചാൽ മതി. അയ്യോ, 2 നേരം കുളിക്കുന്ന ഒരാളെ കണ്ടു. എനിക്ക് ഇരിക്കാൻ വയ്യടേ. നാടാൻ തുടങ്ങാറായി. പരമ കഷ്ടം. മാന്യരെ, കുറുക്കന്തറ ഗ്രാമം ഉത്സവ ലഹരിയിലാണ്. ഒരു നല്ല ചാകരക്കോള് കിട്ടിയ ലഹരിയിലാണ് ഞാനും എന്റെ ചങ്ങാതിമാരും. അനാഥയായ അമ്പിളി സനാഥയാവാൻ പോകുകയാണ്. ഒന്നുമില്ലെങ്കിൽ അയ്യപ്പന്റെ പ്രസംഗം തകർക്കയല്ല. അമ്പിളിയുടെ വിവാഹത്തിനായി പിരിഞ്ഞു കിട്ടിയ ഫണ്ട് ഇവിടെ വിതരണം ചെയ്യുകയാണ്. DD കൈമാറുന്നതിന് വേണ്ടി പ്രശസ്ത സിനിമ സീരിയൽ നടനായ അഷ്റഫ് ദിവാനെയും അത് സ്വീകരിക്കുന്നതിന് വേണ്ടി അമ്പിളിയെയും ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയപ്പെട്ടവരെ, സീരിയലിലൂടെ എനിക്ക് നിറഞ്ഞ പ്രോത്സാഹനം തന്ന് എന്നെ വളർത്തിയ ഏവർക്കും എന്റെ പ്രണാമം. ഈ പ്രസംഗം എപ്പോ കഴിയും? വിശന്ന് ഊപ്പാട് വരണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ കമ്മിറ്റിക്കാരോട് പറയാം, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് സ്റ്റേജിൽ കയറാം. വേണ്ടടാ, ഇനിയിപ്പോ ഏതായാലും അഭിനയം കഴിഞ്ഞിട്ട് മതി. നിന്റെ അഭിനയം കണ്ട ആർക്കും ചാപ്പാട് കിട്ടില്ല, അതുകൊണ്ട് കഴിച്ചിട്ട് വേണമെങ്കിൽ കയറും. ഈ ഗ്രാമത്തിലെ ചുണക്കുട്ടികളായ മണികണ്ഠനോടും ഗോവിന്ദൻകുട്ടിയോടും മൈമുണ്ണിയോടുമൊക്കെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് അമ്പിളിക്ക് വേണ്ടിയുള്ള DD കൈമാറുന്നു. DD എടുക്കാൻ പോയനെ കാണാനുമില്ലല്ലോ. DD എന്റെ കയ്യിലുണ്ടറിയാ. കേറ്റിക്കളയും. DD അല്ലടാ, DD. ഇന്നലെ കിട്ടിയ പൈസയില്ലേ? ഫുൾ ഔട്ട് ഓഫ് റേഞ്ച്. ഈശ്വരാ, കാത്തേക്കണേ. അയ്യപ്പൻ നമ്മുടെ മാനം കാത്തു. അമ്പളുടെ വില്ലില്ല. നീ വില്ല് എവിടെ പോയി കണ്ടുപിടിക്കും? ഈ പൊത്തിനകത്ത് കാണുമോ? വൃത്തിയിട്ടവനെ, ഞാൻ നടിയല്ലടാ, തലക്കൽ ചന്തുവാടാ. തെറ്റായിക്കൂടെ കൈയിട്ട് ചന്തക്ക് പിടിക്കുന്നത്. ഇവിടാണ് കരുതാന്ന്. മഴ കഴിഞ്ഞിട്ടുള്ള മാനാവശ്യത്തിന് കേസ് കൊടുക്കാം. തെണ്ടികള് അലും പേരിയാണ്, അവരവർ തന്നെ മാനം കാത്തോളണം. എടാ മണികണ്ട, അത് സമ്മേളനം കഴിഞ്ഞു, കളി തുടങ്ങാറായി. ചേച്ചി, അതിൽ എത്ര രൂപയുണ്ട്? അറിയില്ല, അങ്ങോട്ട് കൊടുക്കുമോളെ. ഇത് വെറും പേപ്പറല്ലോ. അയ്യോ, ഇത് വെറും കടലാസാണല്ലോ. ഈശ്വര, പറ്റിച്ചല്ലോ. ഇതിലൊന്നും എഴുതിയിട്ടില്ല, വെറും കടലാസ്. അയ്യോ, എന്താ ഇത്? ഏവരും ഒച്ചയും തൂക്കുവിളിയുമില്ലാതെ നിശബ്ദരായിരിക്കുവാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. പഴശ്ശി തമ്പുരാൻ ഉടനെ ആരംഭിക്കുന്നതാണ്. അയ്യപ്പനത് എന്തൊക്കെ പറയുന്നത്? ഞാൻ ഉമ്മകരായിട്ടായിരിക്കല്ലേ? നാശം, എന്റെ ഒരു ഗതികേട്. അപ്പനും അമ്മയും പൂത്തോല കിടന്നുറങ്ങാം. ഇതൊക്കെ ക്ലാസ് കഴിഞ്ഞ സമയം ഉണ്ടെങ്കിൽ ഇലക്കിടാം. ഇല്ലെങ്കിൽ ശനിയാഴ്ച ഞായറാഴ്ച എന്നാ പറ്റിയെന്ന് വെച്ചാ അന്നും. അമ്മച്ചി
അമ്മച്ചിയോട് ഇവിടെ വിറക് കൊണ്ടുവയ്ക്കാൻ പറഞ്ഞിട്ട് അതും ചെയ്തിട്ടില്ല. ഇനി വിറക് കൊണ്ടുവരണം, അരി ഇടണം, പ്രോജക്റ്റ് എഴുതണം, ക്ലാസ്സിൽ പോണം. എന്റെ ഒരു നീ ഒന്ന് എണീറ്റേ. നമ്മുടെ മോളുടെ ഓളിയല്ലേ ആ കേട്ടെ? ഓളിയോ? ഞാനൊന്നും കേട്ടില്ല. നമുക്കൊന്ന് നോക്കാം. എന്റെ നൈറ്റി ആദ്യം നൈറ്റി ഉടുത്ത മനുഷ്യ, ആളുകൾ കാണണ്ട. എന്റെ ലുങ്കി നീ ഉടുത്തിരിക്കും, അത് നീ ഉടുത്ത. അതങ്ങ് താ മനുഷ്യ. പറഞ്ഞു വെക്കാൻ നേരമില്ല. മോളെ മോളെ കവിതേ എടുക്കാനോ? സർ, ഈ മരുന്ന് എത്രയും പെട്ടെന്ന് എത്തിക്കണം. എന്തേ അത്യാവശ്യമായ ഇഞ്ചക്ഷൻ വേണം. ഈ മരുന്ന് ഉടനെ വാങ്ങണം. നമ്മള് കാരണല്ല ആശാന്റെ മൂക്കിക്ക് എത്തിയത്. അതുകൊണ്ട് മരുന്ന് വാങ്ങിച്ചു കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നീ പോയി മരുന്നടിച്ചേച്ചു വാ. അല്ല, മരുന്ന് മേടിച്ചോണ്ട് വാ. ഞങ്ങള് മുകളിലേക്ക് വാ. പെട്ടെന്നല്ലേ. വേഗം വാ. ഞങ്ങൾ ആശാന്റെ കയ്യിരിക്കുന്ന വാങ്ങിച്ചുകൊണ്ട് വരട്ടെ. എന്താ ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്? ഇവിടെ ബോംബ് വെച്ചിട്ടുണ്ട്. എല്ലാവരും മാറിക്കോ. നീ പോലെ ഇതിലുള്ള മരുന്നൊക്കെ എടുത്തു വെച്ചേ. ഞാനപ്പോഴേക്കും ബോംബ് ചെക്ക് ചെയ്തേ. ഇവിടെ പിടിച്ചോ. ഓടിക്കോ. ആശാനെ, എഴുതിയ മരുന്ന് മുഴുവനുണ്ട്. അതെ, ഞാൻ എന്തെങ്കിലും കഴിക്കാൻ വാങ്ങിക്കൊണ്ടുവരാം. ഇപ്പഴാ സമാധാനം ഏത്? നീ ബില്ല് കൊടുത്താലേ എനിക്ക് സമാധാനാവും. അതൊന്നും നീ പേടിക്കണ്ട. എന്നാ കൊടുത്ത ഇത് കണ്ടാ ചതിച്ചടാ. മെഡിക്കൽ ഷോപ്പിൽ നിന്ന് കാശാണെന്ന് കരുതി എടുത്തത് ഇതായി പോയി. ഇനിയിപ്പോ എന്താ ചെയ്യാ? മാനേജർ ഇത് അവിടെ നിന്ന് നോക്കുന്നുണ്ട്. ഒരു വഴിയുണ്ട്. ചേട്ടന്മാരെ കിട്ടിയപ്പോ സന്തോഷായില്ലേ എന്റെ കുട്ടിക്ക്? അപ്പന്റെ ശിഷ്യന്മാരല്ലേ, നല്ലവരാ. അവർക്ക് നമ്മളെ ജീവനാ. അതാടി നാടകത്തിന്റെ ഗുണം. നിനക്കറിയോ, അഭിനേതാക്കളെന്ന് പറഞ്ഞാൽ ശരിക്കും ദൈവങ്ങളാ. ഓരോ കഥാപാത്രങ്ങളും ഓരോ അവതാരങ്ങളാ, ദൈവത്തിന്റെ അവതാരങ്ങള്. എല്ലാത്തിനും അവസാന വിജയം നന്മയ്ക്ക് മാത്രമായിരിക്കും. അപ്പച്ചൻ വീണ്ടും അതേ മോളെ, വിടരുന്നതിനു മുമ്പേ മോളെ സംഗതി പോരല്ലേ? വീടരുന്നതിനു മുൻപേ. ഇദ്ദേഹത്തിന്റെ കീഴുദ്യോഗസ്ഥനല്ല, വെറും ഒരു പൗരൻ മാത്രമാണ്. പൗരൻ. ഇവിടുത്തെ ജനങ്ങളെ സംരക്ഷിക്കുക എന്നതാണ് പോലീസിന്റെ കടമ, അല്ലാതെ ജനങ്ങളെ ഭരിക്കുക എന്നുള്ളതല്ല. അപ്പൊ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. വീണ്ടും കാണാം. പുറത്തിറങ്ങി നടക്കാൻ വയ്യാതായി. നിങ്ങൾ ഈ പോലീസുകാർക്ക് പിന്നെ വേറെന്താ പണി? 27 നടന്ന ബാങ്ക് കൊള്ള, അത് നടക്കുമ്പോൾ ബാങ്കിന് മുന്നിൽ പോലീസ് പെട്രോളിംഗ് ഉണ്ടായിരുന്നു പോലും. എന്നിട്ട് ആരും ഒന്നും അറിഞ്ഞൂല, കേട്ടതുമില്ല. സർ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന എസ് വി ജോർജിനെ സസ്പെൻഡ് ചെയ്തു സർ. ഞാൻ അറിഞ്ഞു. അതെന്തായാലും വളരെ നന്നായി. 24 മണിക്കൂറിനുള്ളിൽ സകല കള്ളന്മാരെയും പിടിച്ചിരിക്കണം. ഇത് ആഭ്യന്തരമന്ത്രിയുടെ ഓർഡറാണ്. ഒരു തട്ടുന്നു പാട്ടയ്ക്ക് മൂടുണ്ടോണ്ണ.
പുതിയ പാട്ട കയ്യിലെങ്ങും തട്ടലെണ്ണ പിന്നെ സെപ്റ്റിക് ആവും എന്നാ പഞ്ചാര അര റവ മുക്കാല് മല്ലി വേണ്ട ഉള്ളി മതി ഇനി എന്തെങ്കിലും അല്ലേ വേണ്ട എന്തിനാണ് ഇത് കളഞ്ഞത് ചുണ്ട് പൊള്ളുന്നവരെ വലിക്കുന്നവനാ സാമ്പത്തികം ഒരുപാടായോ പോലീസ് പോലീസ് ദാ, ഇവിടെ വാടാ. നീയല്ലടാ നീതി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് മരുന്ന് മോഷ്ടിച്ചത്. സാറേ അന്നത്തെ സാഹചര്യം അങ്ങനെ പോയി അതുകൊണ്ടാ. കേറ് കേറ് കേറാൻ. ദാ, നീ ആരാ? കൂട്ടുകാരനാ ഓ അപ്പൊ ഒരുമിച്ചാ? ഒരുമിച്ചാ. കേറ്, കേറ്. തെല്ലെ ഇവിടെ കൊണ്ടുവന്ന് ജീപ്പി കയറണ്ടായോ കിട്ടോ? എന്ത് പഠിച്ചോനെ അവര് പോലീസ് വിളിച്ചോണ്ടാ എന്നെ അവരുടെ കണ്ണി പെടാഞ്ഞ ഭാഗ്യം. ഇനി മണികണ്ഠൻ എവിടെയാ പോലും. നമ്മൾ ചെന്ന് അവന്മാരെ ഇറക്കി വിടൂ. പിന്നെ ഇറക്കി വിടാതെ അങ്ങനെ കള്ളന്മാരെ മൊത്തം ഇവിടെ പൂട്ടി കഴിഞ്ഞാൽ സ്റ്റേഷൻ അറിയാലേ. അതെ, ഇപ്പഴാ ഓർത്തത്. ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, എനിക്ക് സ്റ്റേഷനിൽ കയറിക്കൂടാ. എന്തിനാടാ നീ പേടിക്കണേ? രാവിലെ എഴുന്നേറ്റ് നീ കുളിച്ച് ഓന്നമാന്ന് പറയാറില്ല. നഗ്മയല്ല നമഹ. അത് തന്നെ, അത് മതി. ദേഹശുദ്ധി അല്ല വലുത്, മനഃശുദ്ധി അല്ലേ? അതെനിക്കും ഉണ്ട്. പിന്നെ നമ്മൾ എന്തിനാടാ പേടിക്കുന്നേ? ഏതായാലും പോലീസ് കേൾക്കുന്നുണ്ടോ? ദേ, പഞ്ചായത്ത് പ്രസിഡന്റ് വരുന്നുണ്ട്. അവന്മാരെ ഒന്ന് രക്ഷിച്ചു തരാൻ പറ. വേറൊന്നും വിചാരിക്കരുത്. സത്യമായിട്ടും ഇന്ന് വെള്ളിയാഴ്ച ദിവസം ആയണ്ട, ഇല്ലെങ്കിൽ എനിക്ക് പ്രശ്നമില്ലായിരുന്നു. ധൈര്യം ഇല്ലെങ്കിൽ നീ ഇവിടെ വന്നോ, ഞാൻ നോക്കിക്കോളാം കാര്യങ്ങൾ. പിടി കിട്ടിയ ആരേത്? ആ ഒന്നും വരികയല്ലേ. നടന്നാ മതിയായിരുന്നു. പ്രേമലുവിശാസന്റെ കൂട്ടുകാരനല്ലേ? ആശാന്റെ 2 ശിഷ്യന്മാരെ ഇവിടുത്തെ CI വെറുതെ പിടിച്ചോണ്ട് ഇട്ടേക്കുക. ഒന്ന് പറഞ്ഞ് തരപ്പെടുത്തി പറഞ്ഞു വിടാവോ? ആ CI ഒരു ചൂടത്തിയാടൂ. എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല, വേറെ കേസുണ്ട്. അല്ല, അത് ഞാൻ പറയുന്നേ, അത് ഇയാളൊക്കെ എന്തിനു നടക്കുന്ന? ഇയാൾക്ക് പേടിയായിരിക്കും. വേറെ വല്ലവനും ഉണ്ടോ നോക്കട്ടെ. രാഷ്ട്രീയക്കാരെ ഞാനാണോ സാറേ? ഓക്കെ, ഐ വിൽ ഡു. നമസ്കാരം സ്വാമി, ഇരിക്കൂ. നമസ്കാരം. സ്വാമി പ്രത്യേകിച്ച് ഇങ്ങോട്ട്? സ്വാമി വന്ന് ഇനി ഇയാളെയും കൂടെ പിടിച്ച് ഇതിനകത്ത് ഇടൂ. ഇവരൊക്കെ എനിക്ക് വളരെ വേണ്ടപ്പെട്ടവരാണ്, അവരെ വിട്ടയക്കണം. സ്വാമിയുടെ ആൾക്കാരാണെന്ന് ഞാൻ അറിഞ്ഞില്ല. റിലീസ് ദം. ഇനി അങ്ങനെ ഇതിനകത്ത് കയറ്റുമായിരിക്കും.